സുഹൃത്തുക്കളെ, ഞാൻ ലൊക്കേഷൻ ഹണ്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ. ഇതൊരു ലൊക്കേഷൻ ഹണ്ടിൻ്റെ 2ാം എപ്പിസോഡാണിത്. ഇതൊരു അടിപൊളി ലൊക്കേഷനാണ്. ഇതും നമുക്ക് പൈസയൊന്നും കൊടുക്കാതെ, സാങ്ഷനൊന്നും ഇല്ലാതെ, ഇത് തൊട്ടടുത്തൊരു ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ലൊക്കേഷനാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തേക്കടി ഇതാ ദൂരെ അങ്ങ് കാണുന്നത്. ഇപ്പം വെളിച്ചം കുറവായതുകൊണ്ടാണ്. നമ്മളൊരു 1500 അടി പൊക്കത്തിലാണ് ഈ നിൽക്കുന്നതൊക്കെ. ഇതൊരു കാണുന്ന തമിഴ്നാടാണ്, ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഒരു ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാമറ ആംഗിളിൽ തന്നെ പോയി നോക്കണം. ഇതെത്ര മനോഹരമാണെന്ന് അറിയണമെങ്കിൽ നോക്കൂ എത്ര മനോഹരമാണല്ലേ. ഇതൊക്കെ ലൊക്കേഷനൊന്നും ആരുടെ സാങ്ഷൻ ഇല്ലാതെ ഇതൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാവുന്നുള്ളൂ. ഇതിൻ്റെ പുറകിലൊരു ചെറിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുരിശുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു കത്തുന്നൊരു ഇതുണ്ട്, സോളാറിൻ്റെ ഇത്. വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനും പിന്നെ യൂണിറ്റ് വണ്ടി വരാനുള്ള സൗകര്യമൊക്കെ അപ്പുറത്തോടെയൊക്കെ ഉണ്ട് കേട്ടാണ്. ഇവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പ് സെറ്റപ്പൊക്കെ ഉണ്ട്. മാന്യമായ ഇടവേളയിലും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു ടീ ഷോപ്പാണ് ഇവർ. ഇതിനകത്താണെങ്കിലൊരു വള്ളം പോലെയുള്ളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. വള്ളം പോലെയൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇരുന്ന് കോഫി കുടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിനകത്തോടെ കയറിയാൽ ഇവിടെ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഗാർഡനും ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്കൊരു ഷൂട്ടിങ്ങിന് ഇതൊക്കെയാണെങ്കിൽ ഒരു വനത്തിൻ്റെ ഒരു പ്രതീതിയൊക്കെ ഉണ്ടാക്കുന്നൊരു സംഭവമൊക്കെയാണ് ഇത്. ചെറിയ താമസമായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി. ഇതാണ് ഈ വെള്ളത്തിൻ്റെ അകത്തോട്ടൊക്കെ പോയാലുള്ള സൗകര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇതിൻ്റെ ഓണറുടെ മാത്രം സാങ്ഷൻ എടുത്താൽ മതി. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒന്നും സാങ്ഷനൊന്നും എടുക്കണ്ട. ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഇതിൻ്റെ മുകളിൽ നിന്നാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും മറ്റുമുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. അവിടെയും ഒരു വാച്ച് ടവറുണ്ട്. ആ കാണുന്ന മലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷനുണ്ട്. ഇതാണ് ആ ഗ്രൗണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനും. ഇതൊരു വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ ഗ്രൗണ്ടൊന്നും അല്ലാതെ. നമ്മൾ വലിയ ലെങ്തി ആയിട്ടുള്ള ഇതൊന്നും കാണിക്കാതെ നമ്മൾ 2-3 മിനിറ്റിന് ഫേസ്ബുക്കിന് അതൊക്കെയാണ് നല്ലത്. അങ്ങനെ ഏകദേശം ഈ ലൊക്കേഷനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ 3-ാം എപ്പിസോഡിൽ മറ്റൊരു ലൊക്കേഷനിൽ കാണാം. ഇതാണ് ഈ കുരിശുമലയിൽ നിന്നുള്ള രാത്രി കാഴ്ച. കുരിശുമലയുടെ